ജിനോസ് ഫാഷൻ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി കോഫ്ത കറിയാണ് തയ്യാർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ കോളിഫ്ലവറിന്റെ സീസൺ ആയിട്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോളിഫ്ലവർ കോഫ്ത കറി, ഗോബി കോഫ്ത കറിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആണ്, ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ കമന്റ്സ് എന്നെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കോളിഫ്ലവർ കോഫ്ത കറി, ഗോബി കോഫ്ത കറി എങ്ങനെ തയ്യാർ ചെയ്യാമെന്നും അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്നും കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോളിഫ്ലവർ കോഫ്ത കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ എന്ന് വെച്ചാൽ 500 ഗ്രാം നമ്മൾ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി ഉപ്പുവെള്ളത്തിൽ കഴുകി എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കോളിഫ്ലവറിൽ നമുക്കറിയാം പുഴുവൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഉപ്പുവെള്ളത്തിൽ മുക്കിയിടുക. അപ്പോൾ നല്ലതായിട്ട് വരും. അപ്പോൾ ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് കോളിഫ്ലവർ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് ഇതുപോലത്തെ വലിയ ബ്ലേഡിലാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ ഇത് കണ്ടില്ലേ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഉപ്പിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് കോളിഫ്ലവറിലെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ടൊരു 15 മിനിറ്റ് നമ്മൾ ഇത് മാറ്റി വെക്കുക. അപ്പോൾ വെക്കുമ്പോൾ നമുക്ക് കോളിഫ്ലവറിനകത്തുള്ള എക്സസ് ആയിട്ടുള്ള വെള്ളം നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 15 മിനിറ്റത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി കോളിഫ്ലവർ ചെറുതായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് ഉപ്പിട്ട് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് കോഫ്ത കറിക്കുള്ള മസാല ഗ്രേവിക്കുള്ളത് നമുക്കൊന്ന് തയ്യാർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ സവാള എടുത്തിട്ടുണ്ട്. 2 വലിയ സവാള വലിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ നമുക്ക് തക്കാളി 2 വലിയ തക്കാളി ഇതുപോലെ തന്നെ വലിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തത്. പിന്നെ 3 ഇഞ്ച് നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിതിനകത്ത് പ്രത്യേകിച്ച് വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട. തക്കാളിയുടെയും അതുപോലെ സവാളയുടെയും വെള്ളം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം ആഡ് ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ തക്കാളിയും ഉള്ളിയും കൂടെ നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സി അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് കോളിഫ്ലവർ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി വെച്ചിരുന്നത് നമുക്കൊന്ന് പിഴിഞ്ഞ് നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് കുറച്ച് കയ്യിലെടുക്കുക. കണ്ടില്ലേ, കോളിഫ്ലവറിലുള്ള വെള്ളം നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റുക. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കോളിഫ്ലവറിൻ്റെയും ഇതുപോലെ തന്നെ നമുക്ക് വെള്ളം ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് പിഴിഞ്ഞ് വേണം എടുക്കാൻ. വെള്ളമയം നമ്മൾ ഇതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുമ്പം അത് പൊട്ടിപ്പോകും. അപ്പോൾ നമുക്ക് ബോളാക്കി നമ്മൾ എണ്ണയിൽ ഇടുമ്പോഴത്തേക്ക് അത് അടന്നടന്ന് പോകും. അത് കാരണമാണ് നമ്മൾ വെള്ളം മൊത്തം നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം എല്ലാം പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഈ വെള്ളം നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് കറിയിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മസാല ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് 1 ടീസ്പൂണ് ഗരം മസാല. അപ്പോൾ നമ്മൾ ഗരം മസാലയും മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിതിനകത്തേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് മല്ലിയിലയാണ്. മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു കോളിഫ്ലവർ. എന്നാലും നമുക്ക് ഈ ഉള്ളിയൊക്കെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ സവാളയും പച്ചമുളക് മല്ലിയില അതുപോലെ മുളക് പൊടി നമ്മൾ ഗരം മസാല കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച്
കടലമാവിൻ്റെ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കോളിഫ്ലവറിൻ്റെ വെള്ളം തന്നെ നമുക്ക് മതിയാവും. നമ്മൾ മൊത്തം അരക്കപ്പ് ബേസൻ ഫ്ലോർ എടുത്തിട്ടുണ്ട്. കടലമാവിൻ്റെ പൊടിയാണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി നമുക്കൊന്ന് മാറ്റാം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ഒക്കെ ആക്കിയിട്ട് നമുക്കിത് എണ്ണയിൽ വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ വറുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എണ്ണ ചൂടാക്കി വെക്കണം. കാരണം ഇത് നമ്മൾ ബോളാക്കിയതിന് ശേഷം കുറച്ച് നേരം വെച്ചിരുന്നാൽ ഇത് എണ്ണയിൽ ഇടുമ്പോഴത്തേക്ക് പൊട്ടിപ്പോകും. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളിത് ഉടനെ ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെ ബോൾസ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റുക. നമ്മൾ എപ്പം ഇത് ചെയ്യുന്നു, കോഫ്ത കറി ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വറുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ ബോൾസ് ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് എണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ എണ്ണ നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പുറത്തെ ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും, അകത്ത് പച്ചയായിട്ടിരിക്കും. അത് കാരണം ഒന്ന് നോക്കിയിട്ട് നമ്മൾ മീഡിയം ടു ലോയിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ബോൾസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒരു കളറും മാറിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് മാറ്റി കൊടുക്കുക. ഒരു സൈഡ് കഴിയുമ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് മാറ്റിയിട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് നമുക്ക് ഇത് കളർ മാറി. കണ്ടില്ലേ, അകത്ത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കളറും നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് മാറ്റാം. കണ്ടില്ലേ, നല്ലപോലെ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബോൾസ് കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നല്ലപോലെ നമ്മുടെ ബോൾസ് എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഗ്രേവി തയ്യാർ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഗ്രേവി തയ്യാർ ചെയ്യാനായിട്ട് പോവാണ്. അതിനായിട്ട് നമ്മൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 4 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ബേ ലീഫ് ആഡ് ചെയ്തിട്ടുണ്ട്, 1 സ്റ്റാർ ആനീസ്. അതുപോലെ നമുക്ക് ഇനിയും വേണ്ടത് കറുവാപ്പട്ടയാണ്. 2 കറുവാപ്പട്ട ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ 4 ഏലക്ക ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കറുത്ത ബ്ലാക്ക് കാർഡമം ഒരെണ്ണം ആഡ് ചെയ്യുന്നുണ്ട്, 4 ഗ്രാമ്പൂ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാല ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് പച്ചമണം, നമ്മുടെ ഉള്ളി അതുപോലെ തക്കാളിയുടെ പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നതൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനി നമുക്ക് അടച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറക്കാം. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് നല്ല ജീരകം വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂണ് ഗരം മസാല. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പാണ്. ഉപ്പ് നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ കോഫ്ത ബോൾ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ അതിനകത്ത് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ മസാലയുടെയൊക്കെ നല്ല ഒരു മൂത്ത മണം വരണം. അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് അടച്ചിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ മസാല കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരും. പിന്നെ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഗ്രേവി തിക്കായിട്ട് വേണ്ടവർ വെള്ളം കുറച്ച് ആഡ് ചെയ്താൽ മതി. അല്ല ഇച്ചിരി കൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. തിക്കായിട്ട് ഗ്രേവി വേണ്ടവർ കുറച്ച് ആഡ് ചെയ്യുക. ഉപ്പൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ മസാല എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് അടച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം.
അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ ബോൾസ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇനി നമുക്ക് തിളപ്പിക്കണ്ട, കാരണം അത് ഇതിനകത്ത് കിടന്ന് പൊട്ടിപ്പോകും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ചെറിയ ചൂടിൽ തന്നെ നമുക്ക് ബോൾസിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ നമുക്ക് ഇതേ ചെറിയ ചൂടിൽ തന്നെ അതിരുന്ന് ഇതിൻ്റെ ഗ്രേവിയെല്ലാം ബോൾസിലേക്ക് നന്നായിട്ട് അത് വലിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ക്രീം, നമ്മൾ ഫ്രഷ് ക്രീം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബോൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ ബോൾസ് നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇരിക്കുന്തോറും കട്ടി ആയിക്കൊണ്ടിരിക്കും. അപ്പം ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ വെള്ളമൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പം ഫ്ലെയിം ഓഫ് ചെയ്തേക്കാണ്. ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കോളിഫ്ലവർ കോഫ്ത കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്കൊരു 3 മിനിറ്റ് നമുക്കിങ്ങനെ അങ്ങ് അടച്ചു കൊടുക്കാം. ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല, ഫ്ലെയിം ഓൾറെഡി ഓഫ് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്കിത് 3 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ കോഫ്ത കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ്സ് എന്നെ അറിയിക്കുക. ഇതെന്ന് വെച്ചാൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും റൈസിൻ്റെ കൂടെ ആണെങ്കിലും ഈവൻ ബ്രെഡിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കറി. അപ്പോൾ ഇതൊരു റിച്ച് ആയിട്ടുള്ള ഒരു കറിയാണ്. നമ്മൾ ഇതിനകത്ത് ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഗസ്റ്റ് വീട്ടിൽ വരുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഈ കോഫ്ത നമ്മൾ ഒന്നുകിൽ നേരത്തെ നമ്മൾ ബോൾ ചെയ്ത് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ആ സമയമാകുമ്പോൾ വറുത്ത് നമ്മൾ ഇതൊരു കറി ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് നമ്മൾ വറുത്ത് വെക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ കറി ഗ്രേവി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഈ വറുത്ത് ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിൽ ആഡ് ചെയ്താലും മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ്സ് എന്നെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പീസുമായിട്ട് വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ചെയ്യുന്നു.